അപ്പം നോമ്പ് 7 അപ്പോൾ ഇന്ന് അതിൻ്റെ നോമ്പുതറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇന്നലെ ഞങ്ങൾക്ക് 1K അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ്റെ വീഡിയോ ഒക്കെ ഇട്ടുണ്ട്. എല്ലാവരും കാണണം കേട്ടോ. എന്നാലും കാണാത്തവർ പോയി കണ്ടോക്കെ. ചെറിയൊരു സെലിബ്രേഷൻ ആണ്, ഒരു കേക്കും കൂടി മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. റൈസിന് സ്പെഷ്യൽ ക്യാരറ്റ് കേക്ക് ആട്ടോ. അതിൻ്റെ ഇതൊക്കെ റെഡി ആക്കിയാണ് ഞങ്ങളിതാ അടുപ്പത്ത് വെച്ചതാട്ടോ. ഇതുണ്ടാക്കുന്ന വീഡിയോ ഷോർട്സ് ആക്കി കണ്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് റെസിപ്പി വേണമെങ്കിൽ അത് കയറി കണ്ടാൽ മതി. ഇത് എഗ്ഗ് ബജിക്കാണ്. എഗ്ഗ് ബജി ആട്ടോ ഗൈസ്. നമുക്ക് ഇന്നലെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് എഗ്ഗ് ബജിക്കുള്ളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സെറ്റാക്കി നേരത്തിരി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണിയിലാണ്. എഗ്ഗ് ബജി ഉണ്ടാക്കാൻ മസാല കോഴിമുട്ടയിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് ഇന്ന് തന്നെ ഞങ്ങൾക്ക് കോഴിമുട്ടക്കറി ആട്ടോ. എന്നും ചിക്കനും ബീഫും നിന്ന് ഞങ്ങൾക്ക് മടുത്ത്. അപ്പം നേരത്തേക്ക് കോഴിമുട്ടക്കറി സൂപ്പറാട്ടോ. അപ്പം അമ്മ കറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പറക്കാൻ ഇതൊക്കെ ആട്ടോ ഇന്നുള്ളത്. ഇപ്പോൾ ഫ്രൂട്ട്സ് പിന്നെ കോഴിമുട്ടക്കറി. ഇന്ന് ചിക്കനും ബീഫും ഒന്നും കറി വെച്ചില്ല കേട്ടോ. പിന്നെ ബീഫ് പൊരിച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങൻ്റെ ഇലക്കറി. ജസ്റ്റിനൊക്കെ കോഴിമുട്ടക്കറി പറ്റാത്തതുകൊണ്ട് മുരിങ്ങൻ്റെ ഇല കറി കേട്ടോ. ഇത് പിന്നെ ക്യാരറ്റ് കേക്കാണ്. പിന്നെ ഇന്നത്തെ പോലെ നേരത്തിരി. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇന്നും എഗ്ഗ് ബജി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സർവത്തും ചായയും ഇതൊക്കെ തന്നെയാണെന്ന്. അപ്പം നോമ്പറന്നിട്ട് കാണാം. ഗായ്സ് ഞങ്ങളിതാ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നാളെ അവളെ വീട്ടിൽ നോമ്പുതറാണ്. അപ്പോൾ അവളെ വീട്ടുകാർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നോമ്പായത് കൊണ്ട് എനിക്ക് വലിയ പെരുന്നാളിന് ഞാൻ ഇന്ന് രാത്രി പോകും കേട്ടോ. ഓള് പോവാന്ന് ഗായ്സ്. അപ്പോൾ നാളത്തെ വ്ളോഗ് ഓളെ വീട്ടിലത്തെ നോമ്പറായിക്കട്ടോ. ഹായ്, ഡ്രസ്സ് എടുത്തിട്ട് വരാം. ബ്ലാക്ക് ഡ്രസ്സ് നോക്ക് ഗായ്സ്. അങ്ങനെ ഉമ്മക്കുള്ള ഡ്രസ്സ് എടുത്ത് ഇനി ബാക്കിയുള്ളവർക്ക് എടുക്കാൻ പോവാം. വളക്കാർക്ക് ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ ഗൈസ് ഞാനങ്ങനെ എൻ്റെ വീട്ടിലെത്തിട്ടോ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഇനി ബാക്കി വിശേഷം നാളെ കാണാം. ബൈ.